ഹലോ മക്കളെ, ഈ വർഷത്തെ ഓണപരീക്ഷ സംബന്ധിച്ച് കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ചോദ്യം, ഓണപരീക്ഷ ഈ വർഷം ഉണ്ടാവും? 100% ഓണപരീക്ഷ ഈ വർഷം ഉണ്ടാവും. അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഓണപരീക്ഷ നടക്കും. ഓൾമോസ്റ്റ് ഓഗസ്റ്റ് 18th ഓഗസ്റ്റ് 20th സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഉണ്ടാവുക. അത് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ അനുസരിച്ചാണ്. അതായത് ഈ വർഷത്തെ ഓണപരീക്ഷ പബ്ലിക് ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ഒഫീഷ്യലി വന്നിട്ടില്ല. പബ്ലിക് ആയിട്ടാണോ ഉണ്ടാവുക, അതായത് എല്ലാ സ്കൂളുകൾക്കും ഒരു കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ ഗവൺമെന്റ് കൊടുത്ത് ഒരു കോമൺ ടൈം ടേബിൾ പ്രകാരമായിട്ടാണ് നടക്കുക എന്നുള്ള കാര്യം ഇതുവരെ കൺഫേംഡ് അല്ല. ക്രിസ്മസ് എക്സാം എന്തായാലും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഓണം എക്സാമിന്റെ കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പൊ അതെങ്ങനെയാണ് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പബ്ലിക് ആയിട്ടാണോ അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ ആണോ നിങ്ങൾക്ക് ആഗ്രഹം എന്നുള്ള കാര്യം. ഇനി ഇതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ കൃത്യമായൊരു ഡേറ്റ് ഉണ്ടാവും. മിക്കവാറും ഓഗസ്റ്റ് 20th ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു രീതിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇത് സ്കൂൾ ലെവലിലാണ്, അത് നിങ്ങളുടെ ഓരോ സ്കൂളുകളാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിൽ ടൈം ടേബിളിൽ ഡിഫറൻസ് ഒക്കെ വരാം. ചിലപ്പോൾ കുറച്ച് നേരത്തെ ആവാം, ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ആവാം. പക്ഷെ ഓൾമോസ്റ്റ് ആ ഓരോ ഓഗസ്റ്റ് 20th +or-2 days നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇത് എന്താവുന്നതാണ് നിങ്ങൾക്ക് ശരിക്കും നല്ലത്? എൻ്റെ അഭിപ്രായത്തിൽ ഇത് പബ്ലിക് എക്സാം ആയിട്ട് തന്നെ നടത്തുകയാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം സ്കൂൾ ലെവലിൽ നടത്തുമ്പോൾ പല ലിമിറ്റേഷൻസും ഉണ്ട്. അതിൽ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ എടുത്ത ചാപ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് നടത്തുക. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചിലപ്പോൾ അത് തൽക്കാലത്തേക്ക് നല്ലതായിരിക്കും, പക്ഷെ അത് ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നല്ലതല്ല. എന്താണോ ഓണം എക്സാമിൽ തീർക്കേണ്ട ആ സിലബസ് വെച്ചിട്ടായിരിക്കണം ഓണം എക്സാം നടത്തേണ്ടത്. അത് സ്കൂളിൽ എത്ര ആയാലും ആയില്ലേലും. പക്ഷെ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. പക്ഷെ അതാണ് അതിന്റെ റിയാലിറ്റി. ശരിക്കും നടത്തേണ്ട രീതിയിൽ നടത്തി കഴിഞ്ഞാൽ നിങ്ങളെ പഠിക്കേണ്ട സംഭവം നിങ്ങൾ പഠിക്കും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പോയി എക്സാം എഴുതും, എങ്ങനെയെങ്കിലും ആണെങ്കിലും. ഓക്കെ, മറ്റേത് നിങ്ങൾക്ക് സ്കൂളിൽ ചില സബ്ജക്റ്റിൽ 2 ചാപ്റ്റർ തീർത്തുള്ളൂ, ആ 2 ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. തൽക്കാലം നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഓക്കെയാണ്. പക്ഷെ ലോങ് ടേമിലേക്ക് നിങ്ങൾ എപ്പോൾ തീർക്കും ബാക്കിയുള്ള സാധനം? നിങ്ങൾക്ക് എപ്പോഴും പഠിച്ച് തീർക്കണ്ടേ, ടീച്ചേഴ്സും തീർക്കണ്ടേ. മാത്രമല്ല ഇവിടെ വേറെ വശം വരുന്നത്, പബ്ലിക് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആക്ച്വൽ പബ്ലിക് എക്സാമിൽ വരാൻ പോകുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും ഉണ്ടാവുക എക്സാമിന്. അത് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലായിക്കോട്ടെ, വെയിറ്റേജിലായിക്കോട്ടെ, ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പിലായിക്കോട്ടെ. കാരണം ഓൾമോസ്റ്റ് ആ പബ്ലിക് എക്സാം സെറ്റ് ചെയ്യുന്ന അതേ ആൾക്കാരല്ലെങ്കിലും അതേ സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഓണം എക്സാമും പബ്ലിക് ആയിട്ട് നടത്തുകയാണ് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ പബ്ലിക് എക്സാമിന്റെ ഒരു ഐഡിയ കിട്ടും. സ്കൂളിൽ നടത്തുകയാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന്റെ ഐഡിയ കിട്ടണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണോ പേപ്പർ ഇടുക ഇത് ഡിപ്പെൻഡ് ചെയ്യും. പബ്ലിക് എക്സാമിന്റെ സ്റ്റാൻഡേർഡിലാണെങ്കിൽ അതുപോലെ ഉണ്ടാവും. പക്ഷെ അവിടെ ചോദ്യം വരുന്നത് ഈ വർഷം വരാൻ പോകുന്ന പബ്ലിക് എക്സാമിൽ കുറെ ചേഞ്ചസ് വരുത്താൻ പോകുന്നതാണ് പറയുന്നത്. ആ ചേഞ്ചസ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് എങ്ങനെയായിരിക്കും അറിയുണ്ടാവില്ല. അപ്പൊ ആ ഒരു ലിമിറ്റേഷൻ അവിടെ വരുന്നുണ്ട്. എനിവേ അത് നമുക്ക് കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് അറിയിക്കാം. പക്ഷെ അടുത്ത ചോദ്യമാണ് ഇതിലും മാറ്റർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇത് മാറ്റർ ചെയ്യുന്നുണ്ടോ? പബ്ലിക് ആണെങ്കിലും പബ്ലിക് അല്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു മാറ്റർ ചെയ്യേണ്ട കാര്യമല്ല. എന്ത് ഓണം എക്സാം അല്ല, ഇത് പബ്ലിക് ആണോ പബ്ലിക് അല്ലയോ എത്ര ചാപ്റ്റർ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിന് കാരണം എന്താണ്? കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓണം എക്സാം ആകുമ്പോഴത്തേക്കും കുറച്ച് ചാപ്റ്റേഴ്സ് തീർക്കേണ്ടതുണ്ട്, കുറച്ച് സിലബസ് തീർക്കേണ്ടതുണ്ട്. അത് ഓണം എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഓണം എക്സാം പബ്ലിക് ആണെങ്കിലും അല്ലെങ്കിലും, ഓണം എക്സാമിന്റെ മാർക്ക് നിങ്ങൾക്ക് ഇനി വേറെ എടുക്കുമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തീർത്തിരിക്കണം. കാരണം നിങ്ങൾക്ക് ഓണം എക്സാമിന്റെ സിലബസ് നിങ്ങൾ ഓണം എക്സാമിന് മുൻപ് തീർത്തില്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് മുമ്പ് അതിന്റെ സിലബസ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല. മോഡൽ എക്സാമിന് മുമ്പ് അതിന്റെ സിലബസ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ റിവൈസ് ചെയ്ത് അതിന്റെ ചോദ്യങ്ങളും ചെയ്ത് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ആവാൻ പറ്റില്ല. അപ്പൊ മിനിമം കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഓണം എക്സാമിന് സിലബസ് തീർക്കുക. രണ്ടാമത്തെ കാര്യം ഇവിടെ വരുന്നത് CE മാർക്സിന്റെ കാര്യമാണ്. അപ്പൊ CE മാർക്സ് പൊതുവെ ഓണം എക്സാമിന്റെ മാർക്കിൽ നിന്ന് എടുത്ത് ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു വർഷം അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. CE മാർക്ക് ഓണം എക്സാമിന്റെ, ക്രിസ്മസ് എക്സാമിന്റെ അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റിന്റെ ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കാനുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഓണം എക്സാമിനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബുദ്ധി. അത് നിങ്ങൾ എടുത്താലും എടുത്തില്ലെങ്കിലും അതായിരിക്കും നിങ്ങൾക്ക് ബുദ്ധി. മൂന്നാമത്തെ കാര്യം, ഈ പരീക്ഷ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ +1 ഒഫീഷ്യലായിട്ട് ഫസ്റ്റ് PTA മീറ്റിംഗ് ഉണ്ടാവും. അതിൽ ടീച്ചേഴ്സ് നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം പറയും. ആരോട് പറയും? നിങ്ങളുടെ പേരൻസിനോട് പറയും. ആ അഭിപ്രായത്തിന്റെ മുകളിലായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഓരോരോ ഡിസിഷനുകളൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അഭിപ്രായം നല്ലതാണെങ്കിൽ സമാധാനപരമായിട്ട് പോവും, അറ്റ്ലീസ്റ്റ് ഒരു ക്രിസ്മസ് എക്സാം വരെയെങ്കിലും. അത് മോശമാണെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള കാര്യം. മാത്രമല്ല, നല്ല രീതിയിലാണ് എല്ലാം പോകുന്നതെങ്കിൽ, പരീക്ഷയിൽ മോശമില്ലാത്ത മാർക്ക് കിട്ടിയിട്ടുണ്ട്, അത് പേരൻസിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? നിങ്ങൾക്ക് +1 പറ്റും, നല്ല മാർക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അത് ഓണം എക്സാമിൽ തന്നെ കിട്ടിയാൽ അത് നിങ്ങളെ കൂടുതൽ പഠിക്കാനായിരിക്കും ഹെൽപ്പ് ചെയ്യുക. ആ കോൺഫിഡൻസ് ആദ്യം തന്നെ നഷ്ടമാക്കിയാൽ, നല്ല നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വിചാരിക്കും എന്താ ഫൈറ്റ് ചെയ്ത്. പക്ഷെ അത് അങ്ങനെ ബുദ്ധിമുട്ടാണ് ഭയങ്കര. കാരണം നമുക്ക് ആദ്യം തന്നെ പറ്റില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നീട് പഠിക്കാനുള്ള മോട്ടിവേഷൻ ആക്ച്വലി തരില്ല എന്നാണ് സത്യം. അപ്പൊ അതുകൊണ്ട് മാർക്ക് ആയിരിക്കും നിങ്ങളുടെ ബാക്കിയിൽ ഡിസൈഡ് ചെയ്യാന്നല്ല ഞാൻ പറയുന്നത്. നല്ല എഫേർട്ട് ഇടുക, പറ്റുന്നത്രയും മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ കുറെ ചിന്തിക്കാനോ നിൽക്കേണ്ട മക്കളെ, പഠിച്ചു തുടങ്ങിക്കോ. ഓക്കെ, പബ്ലിക് ആണെങ്കിലും അല്ലേലും
റെഡി? 4ാമത്തെ കാര്യം ഇതിന്റെ സിലബസ് എന്തായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് തീരുമാനിക്കുക, ഇത് പബ്ലിക് ആയിട്ടാണോ നിങ്ങളുടെ സ്കൂൾ ലെവലായിട്ട് നടക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഓണം എക്സാമിന് നിങ്ങളുടെ സ്കൂളിലെ ഓരോ വർഷം ആനുവൽ ആയിട്ടുള്ള ഒരു കലണ്ടർ സ്കൂളിലല്ല നിങ്ങൾക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്, അത് പ്രകാരം നിങ്ങൾ തീർത്തിരിക്കണം. അത് പ്രകാരം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഓണം എക്സാമിന് മുമ്പ്, അതായത് ഓഗസ്റ്റ് 20 മുമ്പ് നിങ്ങൾ തീർക്കേണ്ടെന്നുള്ള കാര്യം താഴെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചു തീരേ പറ്റുള്ളൂ. സാർ സ്കൂളിൽ എടുത്തില്ല, പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, സാർ സ്കൂൾ എടുത്തിരിക്കുന്ന പഠിക്കാം, ബാച്ചിലുള്ളവർക്ക് ബാച്ചിൽ നിന്ന് പഠിക്കാം, ഇനി ബാച്ചിലില്ലാത്തവർക്ക് യൂട്യൂബിൽ വൺ ഷോട്ടല്ലേ, പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അതിലൊരു സംശയമില്ല. സ്കൂളിൽ 2 എടുത്തുള്ളൂ, ഇതിൽ 4 പഠിച്ചോ, ഒന്നും ആലോചിക്കാനില്ല. ആ സിലബസ് നിങ്ങൾ അല്ല തന്നെ തീർക്കേണ്ടതാണ്, ഓണം എക്സാം ഉണ്ടെങ്കിലും. അപ്പൊ ആ സിലബസ് പ്രകാരം എങ്കിലും നിങ്ങൾ മിനിമം അത്രയെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പരീക്ഷയിൽ എത്ര ചാപ്റ്റേഴ്സ് ആണെങ്കിലും. ലാസ്റ്റ് കാര്യം എങ്ങനെയാണ് പഠിച്ചു തീർക്കുക. അപ്പൊ ഇത് പഠിച്ചു തീർക്കാൻ വേണ്ടി ഒരു അടിപൊളി ടൈം ടേബിളും പ്ലാനും നമ്മൾ തന്നിട്ടുണ്ട്. ടൈം ടേബിളും പ്ലാനും മാത്രമല്ല, കുറെ എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ മൺഡേ, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള മൺഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ. അത് കണ്ടിട്ടില്ല, അത് പോയി കാണാം. കണ്ടവരാണെങ്കിൽ അത് കണ്ടിട്ട് ആ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഇതിൽ എന്ത് സംഭവിച്ചാലും, പബ്ലിക് ആണെങ്കിലും പബ്ലിക് അല്ലെങ്കിൽ പരീക്ഷ ടഫായോ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അതിൽ ഒരു സംശയമില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളും ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും നെക്സ്റ്റ് മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഓണം എക്സാം മാരത്തോൺ ലൈവ് നടത്തുന്നുണ്ട്. ആ മാരത്തോണിൽ ഓരോ ചാപ്റ്റേഴ്സും ഷോർട്ട് നോട്ട്സിലൂടെ ആയിരിക്കും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് കുറച്ചെങ്കിലും പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അതിൽ ജോയിൻ ചെയ്യണം. നേരത്തെ ജോയിൻ ചെയ്തവർക്ക് ഒന്നും ആലോചിക്കാനില്ല, റെഡി ആയി ഇരുന്നാൽ മതി. ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ മക്കളെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പൊ ഫീസൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാച്ചിന് ഓണം എക്സാം ഒക്കെ പ്രഖ്യാപിച്ച് നമ്മൾ ഫീസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അപ്പൊ ബെസ്റ്റ് ടൈം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ജോയിൻ ചെയ്യാൻ. നെക്സ്റ്റ് വീക്ക് നമ്മൾ ആ മാരത്തോൺ ലൈവും കൂടെ കിട്ടുന്നതോടെ നിങ്ങൾ ഓണം എക്സാമിന് നിങ്ങൾ ഓൾമോസ്റ്റ് 100% പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഓൾസോ ഈ ഓണം എക്സാമിനെ പറ്റി എന്താണ് നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ, റെഡി ആണോ, റെഡി അല്ലയോ, എന്താണ് കോൺഫിഡൻസ് ഉണ്ടോ, കോൺഫിഡൻസ് ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ കമന്റ് ബോക്സിൽ ഇടാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.